ഈ ഒരു ചെറിയ പൈപ്പിലൂടെയാണ് മൂലേപ്പാടത്തെ വെള്ളമൊഴുകുന്നത്. പിന്നെങ്ങനെ വെള്ളക്കെട്ട് മാറും? എന്താണ് മൂലേപ്പാടത്തെ വെള്ളക്കെട്ടിൻ്റെ യഥാർത്ഥ പ്രശ്നം? വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ വർഷങ്ങളായി അധികാരികൾ പല യോഗങ്ങൾ വിളിക്കുകയും പല പദ്ധതികൾ ഇടുകയും ചെയ്യും. വെള്ളക്കെട്ട് മാറുമ്പോൾ ഇതെല്ലാം ഓർമ്മകൾ മാത്രമാകും. ഇത്തവണ വെള്ളം കയറിയപ്പോഴും ശാശ്വത പരിഹാരത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ദുരിതം അനുഭവിക്കുന്ന മൂലേപ്പാടം നിവാസികൾക്കും ഏറെ പറയാനുണ്ട്. പ്രാഥമികമായി എന്താണ് ചെയ്യേണ്ടതെന്നും ശാശ്വത പരിഹാരത്തിനുള്ള മാർഗങ്ങളും അത് കേൾക്കാനും പ്രാവർത്തികമാക്കാനും അധികാരികൾക്ക് കഴിയുമോ? എങ്കിൽ ഈ രൂക്ഷമായ വെള്ളക്കെട്ടിൽ നിന്നും ആശ്വാസമാകും. കോൺക്രീറ്റ് ചെയ്ത് അടച്ചുപൂട്ടി കൽവറ്റ് നിർമ്മിച്ചതോടെ തോട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത നിലയിലായി. മൂലേപ്പാടം നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രദേശവാസികളും വെള്ളക്കെട്ടൊഴിഞ്ഞപ്പോൾ തോടുകളിൽ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ്. മണ്ണും ചെളിയും മാലിന്യങ്ങളും ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട വലിയ പൈപ്പുകളും മറ്റു സാധനങ്ങളും വന്നടിഞ്ഞ് വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ്. മണ്ണും ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്തുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് 2 വർഷത്തോളമായി എന്നാണ് ഇവർ പറയുന്നത്. മൂലേപ്പാടം നഗർ അസോസിയേഷനിൽ ഏതാണ്ട് 200ഓളം മെമ്പർമാരുണ്ട്. കൈരളി നഗറിലും ഏകദേശം 150ഓളം കുടുംബങ്ങളുണ്ട്. മൊത്തത്തിൽ ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ മൂലേപ്പാടം നഗറും കൈരളി നഗറും ഉൾപ്പെടുന്ന സ്ഥലം. വർഷങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാതനയാണ് ഇവിടെ വെള്ളപ്പൊക്കവും വീടുകളിൽ വെള്ളം കയറി സാധനങ്ങൾ നശിക്കുന്ന ഒരു പ്രശ്നമൊക്കെ. ഇത് പല വട്ടം അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, എല്ലായിടത്തും പെടുത്തിയിട്ടുണ്ട്. ഇത് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഗവൺമെൻറ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയ പ്രദേശമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്ന് ഇവിടെ ഒരു ഡാം പോലെ ആകുന്ന ഒരു പ്രതീതി ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടുമാണ് ഇവിടെ ഇത്ര വലിയൊരു വെള്ളക്കെട്ടുണ്ടാകാനുള്ള ഒരു കാര്യമുണ്ടായത്. പ്രധാനമായിട്ട് ഇവിടെ NHൻ്റെ താഴെ ഒരു വലിയ കൺവെർട്ട് ഉണ്ടാക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് മന്ത്രി ഉൾപ്പെടെയുള്ള കമ്മിറ്റി, കളക്ടർ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു കൽവെട്ട് നിർമ്മിക്കാൻ 45 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, ഉടനെ ചെയ്യും. ഇത് 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പാണ്. പക്ഷേ ഇന്ന് വരെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുപോലെ റെയിൽവേയുടെ അടിയിൽ ഒരു പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നിന്നും ഇത്രയും വെള്ളം ഒഴുകിപ്പോകാനായിട്ട് 3 വലിയ പൈപ്പുകളും 2 വലിയ പൈപ്പുകളും ഒരു ചെറിയ കൽവെർട്ട്. അവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ NHAയുടെ അടിയിൽ നിന്നും 2 പൈപ്പ്, അവിടെ നിന്നും റെയിൽവേയുടെ അടിയിൽ 1 പൈപ്പ്. ഇത്രയും സംവിധാനം ആണ് ആകെ നമുക്കുള്ളത്. ഏതാണ്ട് ഗാലൻ കണക്കിന് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാനുള്ള സംവിധാനമാണ് ഈ പറയുന്നത്. അപ്പോൾ യുക്തമായ രീതിയിൽ കാര്യങ്ങൾ അശാസ്ത്രീയമായി ചെയ്തതുകൊണ്ട് ആണ് ഇവിടെ നിന്നും വെള്ളം ഒഴുകി പോകാനായിട്ട് നമുക്ക് പറ്റാത്തൊരു അവസ്ഥയുള്ളത്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന്, TVSൻ്റെ ഭാഗത്തുനിന്ന് ഗാലൻ കണക്കിന് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നു. പോളിടെക്നിക്കിൻ്റെ ഭാഗത്തുനിന്ന്, സെൻറ്റ് പോൾസ് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ അനവധി വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്ന സാഹചര്യം. ഇതെല്ലാം കൂടി ഇവിടെ വന്ന് കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഒഴുകി പോകാനുള്ള സംവിധാനമില്ല. 1 ലക്ഷം ലിറ്റർ വെള്ളം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ 40,000 ലിറ്റർ വെള്ളം ഒഴുകി പോകാത്ത സംവിധാനം ഇവിടെ ഉള്ളു. ബാക്കി 60,000 ലിറ്റർ പെയ്യുന്ന മഴയുടെ ശക്തിയുമൊക്കെ അനുസരിച്ച് വീടുകളിലേക്ക് കയറുന്നൊരവസ്ഥ. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം വേണ്ടേ? പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ വാതിലുകളും മുട്ടിയിട്ടുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരുന്ന ആ ഒരു പ്രക്രിയ ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു. TVSൻ്റെ ഭാഗത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് ടൊയോട്ടയുടെ ഭാഗത്തെ കനാലിലേക്ക് പൈപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് പൊയ്ക്കോളും. അതുപോലെ പോളിടെക്നിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള വെള്ളം നാഷണൽ ഹൈവേ ക്രോസ് ചെയ്ത് സോഷ്യലിൻ്റെ ഭാഗത്തേക്ക് വിടുകയാണെങ്കിൽ വെള്ളം അങ്ങോട്ട് പൊയ്ക്കോളും. പിന്നെ ഇവിടെയുള്ള പെയ്ത്ത് വെള്ളവും കൈരളി നഗറിൽ നിന്നും വരുന്ന വെള്ളവുമാണ്. അത് പോകാനുള്ള സോഴ്സ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഇത് ഈ ശുദ്ധീകരണ പ്രക്രിയകളും മറ്റും നടത്തുകയാണെങ്കിൽ, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വർഷവും ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ വർഷം ചെയ്തില്ല, കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നില്ല. ശുദ്ധീകരണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപം മാത്രമാണ് ഇവിടെ ഉണ്ടായത്. അതിന് അകത്ത് അടിഞ്ഞ് കിടന്നിരുന്ന ചില വേസ്റ്റുകളൊക്കെ മാറ്റി
മണ്ണ് ഏതാണ്ട് 3/4 ഭാഗത്തോളം മണ്ണ് ഇവിടെ കാനകളിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണ് കംപ്ലീറ്റ് മാറ്റാതെ നമുക്ക് തീർച്ചയായിട്ടും ഈ കാന ക്ലീൻ ചെയ്യാതെ നമുക്ക് അപ്പുറത്തേക്ക് വെള്ളം ഒഴുകി പോകാവുന്ന ഒരു സംവിധാനമില്ല. അപ്പോൾ കാന ക്ലീൻ ചെയ്യൽ ഒരു വലിയ ഒരു പ്രക്രിയയാണ്. അതിന് മുനിസിപ്പാലിറ്റിയും തയ്യാറാകണം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അതല്ലെങ്കിൽ ഭരിക്കുന്നവരെയോ കുറ്റപ്പെടുത്തി പറയുന്ന ഒരു കാര്യമല്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഉടനടി തന്നെ ഭരണവർഗം ഇതിനോട് ബന്ധപ്പെട്ട ആളുകളെല്ലാവരും ഒന്നാകെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ അസോസിയേഷനോടും ഇവിടെയുള്ള ജനങ്ങളോടും സഹകരിച്ചാൽ ഈ പ്രശ്നം തീരാം. ഇന്നിപ്പോൾ ഞങ്ങൾ അസോസിയേഷൻ മുൻകൈയെടുത്ത് ഇവിടെയുള്ള ജനങ്ങൾ മുൻകൈയെടുത്ത് കാന ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഈ കൽവെട്ട് ഏതാണ്ട് 2 അടിയിലാണ് ഇവിടെ വാർത്തിരിക്കുന്നത്. ഇത് പണിയുന്ന സമയത്ത് ഞങ്ങൾ അസോസിയേഷനും ഇവിടെയുള്ള ജനങ്ങളും വന്ന് പറഞ്ഞിരുന്നു, ഇതിന് മാൻഹോൾ വേണം, എയർ ഹോൾ വേണം, ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്യാതെയാണ് ഇത് ചെയ്തത്, അശാസ്ത്രീയമാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എൻജിനീയേഴ്സ് വന്നിട്ട് പറഞ്ഞത് ഇതിന് എയർ ഹോളില്ല, ഇതിന് മാൻഹോളില്ല. ഇത് രണ്ടും ഇല്ലാത്തത് കാരണം ഇതിന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥാപിക്കണം, എന്നാൽ മാത്രമേ പരിഹാരമുള്ളൂ. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് ഇടപെട്ട് ഒരു സമാശ്വാസം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടത്തിന് ഒരു പരിഹാരം കൊടുക്കാനുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയും മുന്നിലേക്ക് വെക്കുകയാണ്. ഇവിടെ മൂലപ്പാടത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് നടക്കുന്ന വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം നാളിതുവരെ ഒരു രീതിയിലുള്ള പരിഹാരം നടപടികളും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതിനു മുമ്പ് ഇബ്രാഹിം കുഞ്ഞ് ഇവിടെ കേരളത്തിലെ നമ്മുടെ കളമശ്ശേരി നിയമമണ്ഡലത്തിലെ MLA ആയിരുന്നു. അദ്ദേഹം കേരള മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്നു. അതിനുശേഷം വന്നതാണ് P. രാജീവ്. അദ്ദേഹം ഞങ്ങളുടെ MLA ആണ്, മന്ത്രിയാണ്. ബന്ധപ്പെട്ട് അവരെല്ലാവരും ഭരണത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടുത്തെ മെയിൻ വെള്ളക്കെട്ട് ഉള്ള പ്രദേശമാണ് മൂലപ്പാടത്തെന്നും അറിയാമെന്നും, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പരിഗണന ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായിരിക്കും എന്ന് ബന്ധപ്പെട്ട ഇതിനു മുമ്പ് വന്നവർ മുഴുവൻ എല്ലാം MLA-മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുന്നു. പക്ഷേ നിലവിൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ 1-2 തവണ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആലുവ പാലസിലും കളക്ട്രേറ്റിലും ഒക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. അന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വരികയും ഓരോരുത്തരെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ ഒരു പരിഹാര നടപടികളും ഉണ്ടാവുന്നില്ല. മഴ പെയ്യും, വെള്ളം വീടുകളിലേക്ക് കയറുന്ന അവസ്ഥ. വീണ്ടും ഞങ്ങളുടെ കരച്ചിൽ കാരണം വീണ്ടും ഇതേപോലുള്ള മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആലുവ പാലസിൽ വെച്ച് വീണ്ടും ഇബ്രാഹിം കുഞ്ഞ് വിളിച്ചു കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു പുഷ്തൃ കൾവർട്ടിൻ്റെ വർക്ക് ആരംഭിച്ചത്. 67 ലക്ഷം രൂപ അനുവദിച്ചിട്ട് അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തു. അതൊരു 3/4 ഭാഗത്ത് കഴിഞ്ഞപ്പോൾ അതെന്തോ ഫ്ലോപ്പായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിലവിൽ അന്ന് നമ്മൾ കയറ്റിയത് പൈപ്പായിരുന്നു, ഇനിയിപ്പോൾ അതിനേക്കാൾ വ്യാസം കുറഞ്ഞിട്ടുള്ള സ്റ്റീൽ പൈപ്പ് കയറ്റിയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്ന്. അതിനുശേഷം സ്വാഭാവികമായിട്ട് വീണ്ടും ഇലക്ഷൻ വന്നു. ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചില്ല. അതിനുശേഷം രാജീവാണ് ഇവിടെ മന്ത്രിയായിട്ട് വന്നത്, MLA ആയിട്ട് വന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം വീണ്ടും നമുക്ക് വന്നിരിക്കുന്ന MLA മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു MLAക്ക് ചെയ്യാവുന്നതിൻ്റെ ഒരു 100 ഇരട്ടി കാര്യങ്ങൾ ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റും. അതും കേരള മിനിസ്ട്രിയിലെ ഏറ്റവും സീനിയർ മിനിസ്റ്ററായിട്ടുള്ള ഒരു മന്ത്രിയാണ് രാജീവ്. അദ്ദേഹത്തിന് കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹം ഇതേപോലെ മീറ്റിങ്ങുകളെ വിളിച്ചു കൂട്ടുന്നു എന്നല്ലാതെ കാര്യങ്ങൾ ഇതുവരെ ഒന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. മുമ്പുണ്ടായതിനേക്കാൾ കൂടുതലായിട്ട് വെള്ളം ഇപ്പോൾ മൂലപ്പാടത്തേക്ക് ഇറച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെയിൻറ്റ് പോൾസ് ഇവിടെ ആഷിഷ് സൂപ്പർ മാർക്കറ്റ്, ആഷിഷ് ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, അതിൻ്റെ ഒരു കോൺകോഡ് കമ്പനി. ആ കമ്പനിയുടെ അപ്പുറത്ത് മുമ്പുണ്ടായിരുന്ന പള്ളിക്കാരുടെ ഒരു മല ഉണ്ടായിരുന്നു. ആ മലയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നും വരുന്ന വെള്ളം 4 ഭാഗത്തേക്ക് ചെതറി പോകുമായിരുന്നു. ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലയെല്ലാം ഇടിച്ചു നിരത്തി ലെവലാക്കി അവിടെ കാണ പണിത് ആ വെള്ളവും നേരെ മൂലപ്പാടത്തേക്ക് കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുകയാണ്. അപ്പുറത്തേക്ക് പോകും. അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം ഇതൊരു നഗരസഭ പ്രത്യേകിച്ച് ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള ഒരു വാർഡിൽ നിർബന്ധമായിട്ട് നടപ്പാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞങ്ങൾ നിർബന്ധമായിട്ട് വാർഡ് കൗൺസിലറുടെ അടുത്തെല്ലാം പറഞ്ഞുവെങ്കിലും നാളിതുവരെ ഈ മഴ വരുന്നതിന് മുമ്പ്
ഈ രീതിയിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഒരു നടപടിയും ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാണകളിൽ മണ്ണ് നിറഞ്ഞിരിക്കുകയും വെള്ളം ഇതിനു മാത്രം വന്ന് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. അങ്ങനെ ഇവിടെ വെള്ളം കയറുകയാണ്. ഈ വെള്ളം ഇപ്പോൾ പുഴയിലേക്ക് ഫ്രീ ആയിട്ട് എത്തണമെങ്കിൽ 3 വാർഡ് വിട്ടിട്ട് വേണം ഇവിടെ നിന്നുള്ള വെള്ളം പുഴയിലേക്ക് എത്താൻ. പക്ഷേ ഇതോടൊപ്പം തന്നെ ഈ ഭാഗത്തു നിന്ന് ഉള്ള ഞങ്ങളുടെ ഇവിടുത്തെ കാനകൾ മിക്കവാറുമൊക്കെ ഒരു മീറ്റർ കൂടുതൽ വ്യാസമുള്ള കാനകളാണ്. ഈ കാനകൾ നേരെ അപ്പുറത്തെ വാർഡുകളിലേക്ക് ചെല്ലുമ്പോൾ ആ കാനകളിലെ 2 സൈഡിലുള്ള കരിങ്കൽ കെട്ടിൻ്റെ മീതെ ആളുകൾ ബിൽഡിംഗ് പണി ചെയ്തിട്ട് അനധികൃതമായി കയ്യേറിയിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നാളിതുവരെ അതിനുള്ള പരിഹാരങ്ങളും ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം ആ കയ്യേറ്റങ്ങളെല്ലാം പരിഹരിച്ച് നമുക്ക് ഈ വെള്ളം ഫ്രീ ആയിട്ട് പുഴയിലേക്ക് എത്താവുന്ന രീതിയിലൊരു സംവിധാനം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാവൂ. മൂലേപ്പാടത്തു നിന്നും 3 പൈപ്പുകളിലൂടെ വെള്ളം പഴയ ദേശീയപാതയ്ക്കടിയിലൂടെ അപ്പുറത്തെത്തുകയും അവിടെ നിന്ന് 2 പൈപ്പുകളിലൂടെയായാണ് പുതിയ ദേശീയപാതയ്ക്കടിയിലൂടെ വീണ്ടും അപ്പുറത്തെത്തുന്നത്. ഇനി അവിടെ നിന്നും റെയിൽവേക്കടിയിലൂടെ പോകുമ്പോൾ അത് ഒരു പൈപ്പിലൂടെ മാത്രമാകുകയും ചെയ്യുന്നു. അതായത് TVS ജംഗ്ഷൻ ദേശീയപാതയിൽ നിന്നും ആശിഷിന് പുറകുവശത്തു നിന്നും കുസാറ്റ് ഭാഗത്തു നിന്നും വരുന്ന വെള്ളവും പോളിടെക്നിക് ഭാഗത്തു നിന്നും വരുന്ന വെള്ളവുമൊക്കെ മൂലേപ്പാടത്ത് വന്ന് ഒഴുകിപ്പോകേണ്ടത് നേരത്തെ പറഞ്ഞ ആ പൈപ്പുകളിലൂടെയാണ്. ഇത്രയധികം വെള്ളം ഈ പൈപ്പുകളിലൂടെ ഒഴുകിപ്പോകുവാൻ ധാരാളം സമയമെടുക്കും. അപ്പോൾ ശക്തമായ മഴയാണെങ്കിൽ മൂലേപ്പാടത്തെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കും. ആദ്യം ദേശീയപാതയിലൂടെ വരുന്ന വെള്ളം TVSന് സമീപം കാന നിർമ്മിച്ച് ഒഴുക്കുകയും ആശിഷ് കുസാറ്റ് ഭാഗത്തു നിന്നും വരുന്ന വെള്ളം പഴയ ദേശീയപാത ക്രോസ് ചെയ്ത് പുതിയ കാന നിർമ്മിച്ച് അതിലൂടെയും പോളിടെക്നിക് ഭാഗത്തു നിന്നും വരുന്ന വെള്ളം HMT ജംഗ്ഷൻ ഭാഗത്തുകൂടെയും ഒഴുക്കുന്നതിനുള്ള സംവിധാനമൊരുക്കിയാൽ പകുതി പ്രശ്നം അവിടെ അവസാനിക്കും. പിന്നെ മൂലേപ്പാടത്തു നിന്നുള്ള വെള്ളം പഴയ പുതിയ ദേശീയപാതയ്ക്കും റെയിൽവേക്കും അടിയിലൂടെ വലിയ കൽവർട്ട് നിർമ്മിച്ച് ഒഴുക്കുന്നതിനുള്ള നടപടികളും തോട് കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒഴിപ്പിച്ചാൽ മൂലേപ്പാടത്തിൻ്റെയും സാലീസ് റോഡിലെയും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകും. കൂടാതെ ദേശീയപാതയ്ക്ക് ഇരുവശവുമായി ധാരാളം മാലിന്യങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നുണ്ട്. ഇതും തോടിലേക്ക് വീണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇതിനും ഒരു പരിഹാരം കാണണം. ഇതാണ് ദുരിതമനുഭവിക്കുന്ന മൂലേപ്പാടം നിവാസികൾക്ക് പറയാനുള്ളത്. ഒരു സംവിധാനങ്ങളെയും കുറ്റം പറയുന്നില്ല. വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ യോഗം കൂടിയെടുക്കുന്ന തീരുമാനങ്ങൾക്കുമപ്പുറം മൂലേപ്പാടം നിവാസികൾ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരമാകുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ബന്ധപ്പെട്ടവർ കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മൂലേപ്പാടം നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.